നമസ്തേ. എല്ലാവർക്കും വിഷുദിനാശംസകൾ. ഒരു പുണ്യമുഹൂർത്തത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. പുതിയ വർഷം ആരംഭിച്ചിരിക്കുന്നു. ഈ വർഷത്തിൻ്റെ പേര് വിശ്വാവസു വർഷം എന്നാണ്. 60 വർഷങ്ങളുടെ ഒരു പട്ടിക തന്നെയുണ്ട് ശകവർഷത്തിൻ്റെ ആ ക്രമത്തിൽ. അത് പ്രഭവാഭിഭവ സമന്തം തുടങ്ങിയ 60 പേരുകളാണ്. അതിൽ ഈ വർഷത്തിന് നാമം നൽകിയിരിക്കുന്നത് വിശ്വാവസു വർഷം എന്നാണ്. അതൊരു 15 ദിവസം മുമ്പ് തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. വിശ്വാവസു വർഷത്തിലാണ് ശ്രീകൃഷ്ണ പരമാത്മാവും അവതരിച്ചത് എന്ന് പറയുന്നു. വളരെ വിശേഷപ്പെട്ടൊരു വർഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം. മലയാളികൾ പൊതുവെ പുതുവത്സരം എന്ന നിലയിലാണ് വിഷു ആഘോഷിച്ചു വരുന്നത്, ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്തു. എത്രയോ വർഷങ്ങളായിട്ട് മലയാള വർഷം എന്ന് പറഞ്ഞ കൊല്ലവർഷം ചിങ്ങം 1-ാം തീയതി എന്ന് തുടങ്ങുന്നുണ്ടെങ്കിലും നമ്മുടെ ജ്യോതിശാസ്ത്രപ്രകാരം പുതുവത്സരം ഈ ചൈത്രമാസം മുതൽ, അതായത് മീനം മേടം ആ മാസങ്ങളിലാണ് തുടങ്ങുന്നത്. യുഗം ആരംഭിക്കുന്നത്, 4 യുഗങ്ങളും ആരംഭിക്കുന്നതും ഈ വസന്തകാലമായ ചൈത്രമാസത്തിലാണ്. ആ ചൈത്രമാസത്തിലൊരു ഭാഗം നമ്മുടെ മേടമാസത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മളുടെ പുതുവത്സരം, ഇപ്പോൾ നമ്മൾ ജനുവരി 1-ാം തീയതി ന്യൂ ഇയർ ഡേ എന്നൊക്കെ പറഞ്ഞ് പഴയ കാലത്ത് ആചരിച്ചിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരുടെ നിയമങ്ങളാണല്ലോ ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ സ്വതന്ത്രരായി. നമ്മുടെ പൂർവികന്മാർ ആചരിച്ച അതേപോലെ തന്നെ നമുക്കിനിയും മേടം 1-ാം തീയതി തന്നെ നമ്മുടെ ന്യൂ ഇയർ, പുതുവത്സരം എന്ന രീതിയിൽ നമ്മൾ ആചരിക്കണം, ആഘോഷിക്കണം. അന്ന് എല്ലാവരും പരസ്പര അഭിവാദ്യം ചെയ്യണം, ആ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട്. പുതുവത്സരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വിഷു ആചരണത്തിൻ്റെ പിന്നിലുള്ള തത്വം സൂര്യ ആരാധനയാണ്. ഈ ലോകം ഉണ്ടായത് മുതൽ സൂര്യൻ കൺകണ്ട ദൈവം എന്നാണ് മനുഷ്യർ മനസ്സിലാക്കി ആരാധിച്ചുകൊണ്ട് വന്നിരുന്നത്. നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് സൂര്യോദയത്തിലൂടെയാണ്. പക്ഷേ സൂര്യൻ്റെ ഉദയപ്രക്രിയ ബ്രാഹ്മമുഹൂർത്തം മുതൽ ആരംഭിക്കുന്നു. ഏകദേശം 3 മണിയോടുകൂടി, പുലർച്ചെ 3 മണിയോടുകൂടി. വൈകുന്നേരം അസ്തമിക്കുന്നു, പിന്നെ രാത്രിയാവുന്നു, പിന്നെ പിന്നും പുലരുന്നു. അപ്പോൾ ഈ സൂര്യൻ്റെ ഉദയാസ്തമയത്തിനനുസരിച്ചാണ് നമ്മുടെ ഈ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അത് മനുഷ്യർ മാത്രമല്ല, സസ്യലതാദികളും മൃഗങ്ങളുമൊക്കെ ഈ രാത്രിയും പകലും എന്നത് മനസ്സിലാക്കുന്നത് ഈ സൂര്യൻ്റെ ഉദയാസ്തമയങ്ങളെ അനുസരിച്ചിട്ടാണ്. ശാസ്ത്രീയമായിട്ട് അങ്ങനെ സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ല, അത് മറ്റൊരു കാര്യം. പക്ഷേ വ്യാവഹാരികമായ രീതിയിൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരുന്നത് ഈ ഉദയാസ്തമയങ്ങളാണ്. അതാണ് നമ്മുടെ പൂർവികന്മാർ ദിവസം കണക്കാക്കുന്നതിലും മാസം കണക്കാക്കുന്നതിലും വർഷം കണക്കാക്കുന്നതിലുമൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ദിവസമാണ് വിഷു ദിവസം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. സൂര്യൻ 12 രാശിയിലും സഞ്ചരിക്കുന്നു. അത് പൂർത്തിയായാൽ ഒരു വർഷം എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക്, മീനമാസത്തിൽ നിന്ന് മേടം മാസത്തിലെന്ന് പറയാം, അത് സംക്രമിക്കുന്ന ദിവസമാണ് ഈ വിഷു വരുന്നത്. മേടവിഷു എന്നാണത് പറയുക. ആ പുലർച്ചെ സമയത്ത് ആ ഉദയത്തിൻ്റെ പ്രക്രിയ ആരംഭിക്കുന്നു. ആ ഉഷകാലം എന്ന് പറയും അതിന്, ആ തുടക്കത്തിലുള്ള കാലം. അത് ആ സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് തലേ ദിവസം തന്നെ ഒരുക്കി വച്ചിരിക്കുന്ന ആ പൂജാമുറിയിലോ അല്ലെങ്കിൽ നമ്മൾ വിളക്ക് കൊളുത്തുന്ന ആ സ്ഥലത്തോ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും സസ്യങ്ങളും അതുപോലെ തന്നെ ധാന്യങ്ങളും പുഷ്പങ്ങളും നമുക്കെന്തൊക്കെയാണോ ലഭ്യമാകുന്ന ഫലങ്ങളൊക്കെ നമ്മളവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും. ഒരു ഉരുളിയിലാണ് സാധാരണ തയ്യാറാകുന്നത്. പക്ഷെ അതിൻ്റെ ആവശ്യം ഇല്ല. നമുക്ക് വിഭവങ്ങൾ ധാരാളമുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്യാം.
കുറച്ച് വിശാലമായിട്ട് തന്നെ മനോഹരമായിട്ടത് ആളുകളെ ആകർഷിക്കുന്ന തരത്തിൽ ഇവയൊക്കെ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. അല്ലാതെ എല്ലാം കൂടി ഉരുളിയിൽ കൂട്ടി വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉരുളി വേണം, ഉരുളിയിലുള്ളത് കൊള്ളട്ടെ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വ്യക്തമായി കാണുന്ന രൂപത്തിൽ നമ്മുടെ പൂജാമുറി അല്ലെങ്കിൽ പൂജാസ്ഥാനം അലങ്കരിക്കുന്നത് ഏറ്റവും നല്ല, എത്രത്തോളം അലങ്കരിക്കാൻ പറ്റുമോ അത്രത്തോളം നല്ല ഒരു കാര്യമാണ്. കാരണം ആദ്യത്തെ കാഴ്ചയാണ്. രാത്രി നമ്മൾ ഉറങ്ങാൻ കിടന്നു, ഈ ഏകദേശം ഒരു 4 മണിക്ക് മുമ്പായിട്ട് ഉണരണം എന്നാണ് പറയുന്നത്. 4 മണിക്ക് ശേഷമായിപ്പോൾ ഒരു 4 മണിക്ക് മുമ്പേ ഒരു 3:30-4 മണിക്ക് ഉണർന്ന് ആ കണ്ണടച്ചുകൊണ്ട് നേരെ വന്നിരിക്കേണ്ടത് ഈ വിഷു കണി ഒരുക്കിയ സ്ഥലത്താണ്. അല്ലാതെ നമ്മൾ ബാത്റൂമിൽ പോയി ചിലവർ കുളി കഴിയുന്നു അല്ലെങ്കിൽ പല്ല് അതൊന്നും ആവശ്യമില്ല. അതൊക്കെ ചെയ്യുമ്പോൾ ഈ കണിയുടെ ഫലം പോയി. നമ്മൾ വേറെ എന്തൊക്കെയായിരിക്കും രാവിലെ കാണുക, പല്ല് തേക്കുന്ന ബ്രഷോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമുക്ക് കാണാൻ പാടില്ലാത്തതൊക്കെ ആയിരിക്കും കാണുക. പക്ഷേ ഈ ദിവസം നമ്മൾ കാണേണ്ടത് നമ്മൾ തന്നെ തലേ ദിവസം ഒരുക്കി വച്ചിരിക്കുന്ന ഏറ്റവും ഐശ്വര്യപൂർണമായ വസ്തുക്കളെയാണ്. അതെപ്പോഴും ഓർക്കണം. പലരും ഈ ഫോട്ടോ പത്രങ്ങളിലൊക്കെ കാണാം, ഒക്കെ കുളിച്ചൊരുങ്ങി അലങ്കാരത്തോടു കൂടിയാണ് കണി കാണുന്ന രംഗങ്ങൾ കാണിക്കുന്നത്. അത് ശരിയല്ല, അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഉറങ്ങി എഴുന്നേറ്റ് കണ്ണ് പൂട്ടി, പഴയ കാലത്തൊക്കെ കണ്ണ് തുറക്കാതിരിക്കാൻ മുത്തശ്ശിമാരോ അമ്മമാരോ കുട്ടികളുടെ കണ്ണ് പൊത്തിപ്പിടിച്ചുകൊണ്ട് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങനെ തന്നെ നേരെ കൊണ്ടുവന്ന് ഈ വിഷുക്കണി ഒരുക്കിയ സ്ഥലത്ത് കൊണ്ടിരുത്തും. എന്നിട്ട് കണ്ണ് തുറക്കാൻ പറയും. അങ്ങനെ അവിടെയുള്ള ഓരോന്നും ശ്രദ്ധിക്കുക. അവിടെ ശ്രീകൃഷ്ണ വിഗ്രഹം ഉണ്ടാവണം, രാമായണം ഉണ്ടായിരിക്കണം, നിലവിളക്ക് കൊളുത്തിയിരിക്കണം. ഇതൊക്കെ റെഡിയായി വെച്ചിരിക്കണം. ആദ്യം തന്നെ നാണയം, സ്വർണ്ണ നാണയം കാണണം. അതുപോലെ തന്നെ എന്തൊക്കെയാണോ ഫലവൃക്ഷങ്ങൾ, ചക്ക മാങ്ങ സുലഭമായി ലഭിക്കുന്നത്. ആപ്പിളൊന്നും നമ്മുടെ ഫലമല്ല. നമുക്ക് ചക്ക മാങ്ങയുടെ കാലത്താണ് ഈ പുതുവത്സരം വരുന്നത്. നമ്മുടെ ചക്കയും അതുപോലെ മാങ്ങയും നിർബന്ധമാണ് അവിടെ ഉണ്ടായിരിക്കണം. കണിക്കൊന്ന ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ആ കാര്യങ്ങൾ നമുക്ക് പ്രാദേശികമായി ലഭ്യമാകുന്ന കണിവെള്ളരിക്ക അതൊക്കെ നമുക്ക് സംഘടിപ്പിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ആ 2 നാളികേരം രണ്ടായി പഴുത്ത് അതിൽ കിഴിയിൽ വെച്ച് കത്തിക്കുക, തിരി കത്തിക്കുക. അതും ആ സമയത്ത് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെയെല്ലാം കുറേ നേരം അവിടെ ഇരുന്ന് എഴുന്നേറ്റതിന് ശേഷം വേണം നമ്മൾ പല്ല് തേപ്പും കുളിയും കാര്യങ്ങളും നടക്കാനായിട്ട്. അത് എല്ലാവരും ശ്രദ്ധിക്കുക. പല ദിക്കുന്ന് എനിക്ക് കിട്ടിയ വിവരം എന്താ വെച്ചാൽ, എഴുന്നേറ്റ ഉടനെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്ത് മേക്കപ്പ് ചെയ്തിട്ടൊക്കെയാണ് കണി കാണാൻ വരുന്നത്. എന്താ എൻ്റെ ഗുണം? ഒന്നുമില്ല. നമുക്കൊരു പ്രത്യേകതയുമില്ല. അത് ഫോട്ടോയിൽ നിൽക്കാനല്ലോ നമുക്ക് ആവശ്യം. നമുക്ക് നമ്മുടെ ആ ഒരു വർഷം നമുക്ക് സുഖസമൃദ്ധി ഉണ്ടാകണം, ആരോഗ്യമുണ്ടാകണം. അതിനാണ് ദേവതമാരുടെ പടങ്ങൾ കാണുകയും വിളക്ക് കാണുകയൊക്കെ ചെയ്യുന്നത്. അത് അങ്ങനെ ചെയ്യുന്നവർ അത് തിരുത്തണം. അല്ലെങ്കിൽ അടുത്ത തലമുറയിലേക്ക് ആ തെറ്റായ ആചാരങ്ങൾ കടന്നു വരും. ആചാരപ്രഭവോ ധർമ്മ ധർമ്മസ്യ പ്രഭുരച്യുത. ആചാരങ്ങൾക്കാണ് ആഗമശാസ്ത്രങ്ങളും എല്ലാവിധ ശാസ്ത്രങ്ങളും മുൻഗണന നൽകിയിരിക്കുന്നത്. ആചാരം കൊണ്ടാണ് ഒരു ധർമ്മം മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്. നമ്മൾ ആ ആചാരം ഇതുപോലെ ചെയ്യണമല്ലോ, എന്താ ഇതിൻ്റെ പിന്നിലുള്ള തത്വം, അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം. അപ്പോൾ തെറ്റായ ആചാരം ചെയ്തു കഴിഞ്ഞാൽ വിപരീത ഫലം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കണി കാണുന്നതിന് മുമ്പായിട്ട് കുളി ഇതൊന്നും നടത്തേണ്ട ആവശ്യമില്ല. പല്ല് പോലും തേക്കേണ്ട ആവശ്യമില്ല. അതേപോലെ എഴുന്നേറ്റ് വന്ന് അതേപോലെ വന്ന് കണി കാണുക എന്നുള്ളതാണ് പ്രധാനം. അതിനുശേഷം കുളി, പിന്നെ ചെറിയ ചെറിയ അപകടമില്ലാത്ത പടക്കങ്ങളോ വല്ലതോ ഉപയോഗിക്കാം. പൂത്തിരിയോ അതുപോലുള്ള ഈ കമ്പിത്തിരി ഉണ്ടാവുമല്ലോ, പൂക്കുറ്റി ഉണ്ടാവും. അങ്ങനെയുള്ള അത് ഒരു വർണ്ണാഭമായ അത് കാഴ്ച കാണാൻ അത്തരം കാര്യം ഉപയോഗിക്കുക. മറ്റതൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കുന്നതാണ്, പൊട്ടുന്നതെന്നാണ് പറയുന്നത്. അത് കഴിയുന്ന ഒഴിവാക്കുക എന്നുള്ളതാണ് ഉചിതമായ കാര്യം എന്നെനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ കുളിക്കാനായിട്ട് പല്ല് തേക്കുക. അതൊക്കെ നമ്മുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്ത് പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്ഷേത്ര ദർശനമാണ്. അത് പിന്നീട് ഉറങ്ങാനേ പാടില്ല. ചില ദിക്കിലൊക്കെ ചില വീടുകളിലൊക്കെ കണി കണ്ടുടനെ പോയി വീണ്ടും ചുരുണ്ട് കിടക്കുന്നു എന്നാണ് പറയുന്നത്. പോയില്ല, ഫലം മുഴുവനും പോയി. ഉറങ്ങാനേ പാടില്ല. ആ സമയത്ത് നമ്മൾ ആക്റ്റീവായിരിക്കണം ആ സന്ദർഭത്തിൽ. അപ്പോൾ ക്ഷേത്ര ദർശനം തന്നെയാണ് നല്ലത്. അടുത്ത ക്ഷേത്രങ്ങളുണ്ടാവും, അവിടെ പോയി പ്രദക്ഷിണം വയ്ക്കുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക.
ഏത് ക്ഷേത്രമാണോ ആ ദേവൻ്റെ സഹസ്രനാമങ്ങൾ ചൊല്ലുക. മറ്റുള്ള പുരാണങ്ങൾ വായിക്കേണ്ട സന്ദർഭമാണ്. ഒക്കെ എല്ലാവരും അമ്പലത്തിലെത്തിയിരിക്കണം. രാവിലെ സമയത്ത് പ്രദക്ഷിണം ചെയ്യണം. പ്രദക്ഷിണം ചെയ്യുമ്പോഴാണ് സൂര്യരശ്മികൾ, ആ പുതുരശ്മികളുണ്ടല്ലോ, 1-ാം തീയതിയുള്ള സൂര്യൻ്റെ ആ ചൈതന്യം രശ്മികളിലൂടെ നമ്മൾ ഏറ്റുവാങ്ങണം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അവിടെ ഭക്തന്മാർക്ക് ഉണ്ണിയപ്പമോ ഒരു മധുരം ഉണ്ണിയപ്പം നൽകാനുള്ള ഏർപ്പാട് അമ്പലത്തിൽ ചെയ്തിരിക്കണം. അമ്പലത്തിൽ നിന്ന് നാണയം നൽകുന്ന സമ്പ്രദായം അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. അത് എത്രത്തോളം അതിൻ്റെ പിന്നിൽ ആധ്യാത്മികമായ തത്വം അടങ്ങിയിട്ടുണ്ട് എന്ന് സംശയമുണ്ട് ആചാര്യന്. എങ്കിലും അതിനെ ഞാൻ എതിർക്കുന്നൊന്നുമില്ല. പക്ഷെ നിങ്ങളതിനെ ആലോചിക്കുക, അത് അതിൻ്റെ ആവശ്യം പണ്ടുണ്ടായിരുന്നില്ല. ക്ഷേത്രത്തിലേക്ക് നമ്മൾ കൊടുക്കാനേ പാടുള്ളൂ. അവിടെ നിന്നത് പ്രസാദം സ്വീകരിക്കാം. പക്ഷെ നാണയം എന്നുള്ളത് നമ്മൾ വാങ്ങുന്ന സമ്പ്രദായം പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ പുതിയ ആചാരങ്ങൾ കൊണ്ടുവന്ന് കുറച്ച് കഴിയുമ്പോൾ ആചാരമായിരിക്കും നമ്മൾ കൊണ്ട് നടക്കുക. അപ്പോൾ അത് ചിലപ്പോൾ ദുരാചാരം പിന്നീടേ അറിയുന്നുള്ളൂ. അതിൻ്റെ ദോഷങ്ങൾ അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ക്ഷേത്രത്തിൽ എന്തെങ്കിലും പുതുതായിട്ട് തുടങ്ങുമ്പോൾ അതിനൊക്കെ ദേവപ്രശ്ന ചിന്ത ചെയ്ത് ആ ദേവന് തൃപ്തിയാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തി ജനങ്ങളുടെ മുമ്പാകെ അത് ബോധ്യപ്പെട്ടതിന് ശേഷമേ പുതിയതായിട്ട് എന്തും ക്ഷേത്രങ്ങളിലും ആരംഭിക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ വന്ന ശേഷം വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നാൽ പിന്നെ മുതിർന്നവർ അവിടെ താഴെയുള്ളവർക്ക് കൈനീട്ടം കൊടുക്കുക. കൈനീട്ടം എന്ന് പറഞ്ഞാൽ നാണയമാണ് പണ്ട് കാലത്ത് കൊടുക്കുക. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആ വാങ്ങുന്നവർ എപ്പോഴും പ്രായം കൊണ്ട് താഴെയുള്ളവരായിരിക്കും. അവർ സമ്പൽ സമൃദ്ധി ഉണ്ടാകാനും അവർക്ക് ആയുരാരോഗ്യം ഉണ്ടാകാനും ഈ നാണയത്തിലൂടെ ഒരു അനുഗ്രഹം നൽകുകയാണ് ചെയ്തത്. സമ്പത്തും ആരോഗ്യമൊക്കെ വേണമല്ലോ. ആരോഗ്യം ഒരു സമ്പത്താണ്. അതുപോലെ അന്ന് കാർഷികമായ കാര്യങ്ങളാണ് എല്ലാവരും. അപ്പോൾ അത് നന്നായി കൃഷിയുണ്ടായി, സമൃദ്ധി, ധാന്യസമൃദ്ധി ഇതൊക്കെ ഉണ്ടാകട്ടെ എന്നുള്ള രീതിയിലാണ്. അതുമാത്രമല്ല അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നു എന്നതും കൂടി ആ ചടങ്ങിൻ്റെ അന്തരാർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ എല്ലാവരും ഒത്തുചേർന്ന് വിഷു സദ്യ ഒരുക്കുക. ചിലതൊക്കെ വിഷു കഞ്ഞിയാണ്. അതിനേക്കാൾ ഇപ്പോൾ ആ ഭക്ഷണത്തിലൊക്കെ ചില മാറ്റങ്ങൾ വന്നു എങ്കിലും അത് സദ്യ ഒരുക്കുന്നതാണ്, വിഷു സദ്യ ഒരുക്കുന്നതാണ് ഏറ്റവും ഉചിതം. അത് പക്ഷേ ആ വീട്ടിലുള്ളവരെല്ലാം ചേർന്ന് വേണം ചെയ്യാൻ. അല്ലാതെ കാറ്ററിങ് ഭക്ഷണമൊന്നും 1-ാം തീയതി വീട്ടിൽ കടത്തരുത് ദയവായിട്ട്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന, നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ പാചകം ചെയ്ത് അഗ്നിദേവന് സമർപ്പിച്ചത് മാത്രമേ വിഷു, ഓണം, പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ അഗ്നിയെ അവഹേളിക്കുന്നു എന്നതിന് തുല്യമാണ്. അപ്പോൾ ആ ദിവസം വീട്ടിലുള്ളവർ തന്നെ, സ്ത്രീകളും പുരുഷന്മാരും ഒത്തൊരുമിച്ച് നല്ലൊരു സദ്യ ഒരുക്കുക. വെജിറ്റേറിയൻ ആയിരിക്കണം ആ ദിവസം. കാരണം സൂര്യാരാധകന്മാരും അതുപോലെ തന്നെ നമ്മുടെ ദേവീദേവന്മാരിലൊക്കെ പ്രധാനിയായ മഹാവിഷ്ണുവും ഒക്കെ അത്തരത്തിലുള്ള സത്വഗുണപ്രധാനമായ ഭക്ഷണമാണ് കഴിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ ദിവസം അത് ഒഴിവാക്കുക. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു മൃഗത്തിൻ്റെ ശവം നമ്മൾ ആ ദിവസം കഴിക്കരുത് എന്നതാണ് പ്രധാനം. അപ്പോൾ അങ്ങനെ പരിശുദ്ധമായ ആ ഒരു ഭക്ഷണവും കഴിച്ച് വീട്ടിലുള്ളവർ ഒത്തൊരുമിച്ച് എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ നമ്മൾ മറ്റു പല വീടുകളിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ കഴിയണമെന്ന്. അന്ന് വേറെ എന്തെങ്കിലും പരിപാടി ആസൂത്രണം ചെയ്തത്. ആ ഒരു ദിവസം 24 മണിക്കൂറും വീട്ടിലിരിക്കണം. അതാണ് ഗൃഹയോഗം എന്ന് പറയുന്നത്. വീട്ടിൽ നമ്മൾ ഇരുന്ന് വീടുമായിട്ട് ബന്ധപ്പെടുമ്പോഴേ ഐശ്വര്യം ഉണ്ടാവുള്ളൂ. അല്ലാതെ കഴിയുന്നതും വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ ആ ഐശ്വര്യവും പുറത്തു പോകുന്നു. അതൊക്കെ ഒരു മാറ്റം വരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ആ നിലയിൽ വളരെ ഭംഗിയായിട്ട് ഈ വർഷവും എല്ലാവരും വിഷു ആചരിക്കണം. ആ വിഷു നമ്മുടെ പൈതൃകമാണ്. ആരാധന രൂപത്തിലൂടെ ഈ വിശ്വത്തിന് ചൈതന്യം നൽകുന്ന സൂര്യദേവനെ ആരാധിക്കുന്ന ആ ഒരു സൂര്യോത്സവം വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യവും സമ്പത്തും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ സന്ദേശത്തിൽ നിന്ന് ഉപസംഹരിക്കുകയാണ്. നമസ്തേ.